തിരക്കിലാണെന്ന് നടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. പോലീസിനെ കബളിപ്പിച്ച് വിമാനത്തിൽ കയറുമെന്ന് ഞാൻ കരുതി. പക്ഷേ പോലീസ് എന്നെ കൈകൊണ്ട് പിടികൂടി അന്വേഷണത്തിനായി കൊണ്ടുപോയി. തുടക്കത്തിൽ അവർക്ക് സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചയുടനെ എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായി അയാൾക്ക് മനസ്സിലായി. അയാൾ ഉടനെ എൻ്റെ ഷർട്ട് കീറി. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ബോംബ് കെട്ടുകയാണെന്ന് അയാൾ കരുതി. അടുത്ത നിമിഷം എല്ലാ ഉദ്യോഗസ്ഥരുടെയും തോക്കുകൾ എൻ്റെ നേരെ ചൂണ്ടി. ഞാൻ പായന്നു മരവിച്ചു. എൻ്റെ കൈകൾ വായുവിലേക്ക് ഉയർത്തി. ഒരു ചെറിയ തെറ്റ് എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അപകടം അവസാനിച്ചതിന് ശേഷം എന്നെ പ്രാദേശിക ജയിലിലേക്ക് അയച്ചു. അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ ഭയപ്പെടുത്തി. ആ രാത്രി കൊടും തണുപ്പായിരുന്നു. അയൽവാസിയായ ഒരു സെല്ലിൽ നിന്ന് ഞാനൊരു പുതപ്പെടുത്തു. അതിന് ഞാൻ വലിയ വില നൽകി. ഗാർഡുകൾ എന്നെ വലിച്ചിഴച്ച് എൻ്റെ മുഷ്ടി പോലെ കട്ടിയുള്ള വടികൾ കൊണ്ട് എന്നെ ക്രൂരമായി അടിച്ചു. അവരെന്നെ തലകീഴായി തൂക്കിയിട്ട് ഞാൻ ബോധം കെട്ട് വീഴുന്നതുവരെ എൻ്റെ കാലുകളിൽ അടിച്ചു. എനിക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ ഞാനൊരു തിരക്കേറിയ സെല്ലിൽ എന്നെ കണ്ടെത്തി. അവിടെ എൻ്റെ സഖാക്കൾ എന്നെ പിന്തുണയ്ക്കുകയും ജയിൽ നിയമങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ജാമ്യം സാധ്യമാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. താമസിയാതെ എൻ്റെ അച്ഛൻ ഒരു അഭിഭാഷകനുമായി എന്നെ കാണാൻ വന്നു. സാധ്യമായതെല്ലാം അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ കോടതി എനിക്ക് 4 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു. പല്ലുകടിച്ച് ആ 4 വർഷം സഹിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആ ജയിൽ അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒരു ഗുഹയായിരുന്നു. എൻ്റെ മോചനം അടുത്തെത്തിയപ്പോൾ സുപ്രീം കോടതി എൻ്റെ കേസ് വീണ്ടും തുറക്കാൻ ഉത്തരവിട്ടു. എൻ്റെ ശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. തുടർന്ന് ചുമരിൽ അനുയോജ്യമായൊരു ദ്വാരം ഞാൻ കണ്ടെത്തി. ചുമരിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് തട്ടിയപ്പോൾ ശബ്ദം വ്യക്തവും പൊള്ളയുമായതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ പങ്കാളിയെ വിളിച്ച് ചുമരിൻ്റെ ശബ്ദം കേൾക്കാൻ ആവശ്യപ്പെട്ടു. മതിലിനു പിന്നിൽ ഒരു ശൂന്യതയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി സ്ഥിരീകരിച്ചു. ഞാനൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇഷ്ടികകൾക്കിടയിലുള്ള വിള്ളലുകൾ കുഴിക്കാൻ തുടങ്ങി. ഈർപ്പം കാരണം ആ പ്രദേശം വളരെ മൃദുവായിരുന്നു. താമസിയാതെ ഞങ്ങൾ 2 ഇഷ്ടികകൾ പുറത്തെടുത്തു. അതിനു പിന്നിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് കണ്ടെത്തി: ഒരു വെന്റിലേഷൻ ഷാഫ്റ്റ്. എൻ്റെ പങ്കാളി ഉടനെ തന്നെ അകത്തേക്ക് കയറാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതിയില്ലാത്തതിനാൽ ഞാൻ അവനെ തടഞ്ഞു. ഞങ്ങൾ ഇഷ്ടികകൾ തിരികെ വെച്ചു. നാളെ പൂർണ്ണമായും തയ്യാറായി മടങ്ങാൻ തീരുമാനിച്ചു. അടുത്ത തവണ ഞങ്ങൾ ചില ഉപകരണങ്ങൾ ഞങ്ങളോടൊപ്പം കൊണ്ടുപോയി ഷാഫ്റ്റിലേക്ക് പ്രവേശിച്ചു. ഒരു ഇരുമ്പ് സപ്പോർട്ടിൻ്റെ സഹായത്തോടെ ഞങ്ങൾക്ക് താഴേക്ക് കയറാൻ കഴിഞ്ഞു. വിശാലമായ ഒഴിഞ്ഞ പാതയിലേക്ക് ഞങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പക്ഷേ അവിടെ എത്തിയ ഉടനെ തന്നെ ഭാഗ്യം ഞങ്ങളെ കൈവിട്ടു.